ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും വരയ്ക്കുന്നതും കളർ ചെയ്യുന്നതായിട്ടൊക്കെയുള്ള വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് മടുത്ത് കാണും. അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ച്. അപ്പം നമുക്ക് ഇന്നൊരു ബോട്ടിലാട്ട് ചെയ്യാം. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിസൈൻ അതിനകത്ത് ചെയ്യാനാണ് നോക്കുക. അപ്പം നമുക്ക് ഒന്ന് മാറ്റിയിട്ട് അതിനകത്ത് എന്തെങ്കിലും രൂപം കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പം ആദ്യം നമുക്കതിന് ഒരു ബോട്ടിൽ വേണം. അപ്പോൾ അതെവിടുന്നെങ്കിലും നമുക്ക് തപ്പി ഒരാള് പുറയുന്നു മണ്ണ് ടെസ്റ്റ് ചെയ്തു. എവിടെ എന്തെങ്കിലും പറ്റിയാ? കാണിച്ച് കാല് കാണിച്ച് ഇല്ല, ഒന്നും പറ്റിയിരുന്നല്ലേ? കുപ്പിയും തപ്പി നമ്മൾ വന്നേക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെ കാലമ്പാറയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാലമ്പാറയിൽ എവിടുന്നാ കുപ്പിന്ന്. കാലമ്പാറയിൽ പ്രകൃതി രമണിയൊക്കെ ആസ്വദിക്കാൻ പറഞ്ഞാൽ ചിലർ ഇവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. പലതരത്തിലുള്ള കുപ്പി ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ടൈപ്പ് കുപ്പി കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ എല്ലായിടത്തും തപ്പുന്നുണ്ട്. ഇതേപോലെ പാറയുടെ മുക്കിലും മൂലയിലും പുല്ലിലും ഒക്കെ നമ്മൾ തപ്പുകയാണ്. പക്ഷെ എത്ര നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുപ്പിയൊന്നും കിട്ടുന്നില്ല. എല്ലായിടത്തും ഈ കാണുന്നല്ലോ മറ്റേ ഈ ടൈപ്പ് പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ കിടക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന കുപ്പി കുറേ ഉണ്ട്, പക്ഷെ ഒന്നിനും മര്യാദയ്ക്ക് ഷേപ്പും കാര്യമൊന്നും ഇല്ലാത്ത നമുക്ക് മനസ്സിലാഗ്രഹിച്ച സാധനം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഷേപ്പുള്ള കുപ്പി കിട്ടണം. അതിന് ഇതേപോലെ പാറയുടെ ഇടുക്കിലൊക്കെ തപ്പി നോക്കി, എന്നിട്ടൊന്നും കിട്ടിയില്ല. കുപ്പി കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ തപ്പി നടന്നപ്പോഴാണ് നമ്മളെ മുന്നിൽ ഈ കാണുന്ന പോലെ നമ്മുടെ വനദേവൻ പ്രത്യക്ഷപ്പെട്ടത്. കാലമ്പാറയിലായതുകൊണ്ട് കാലനായിരിക്കും. എന്തായാലും കുപ്പി കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവാം. നമുക്കെന്തായാലും ഇതുപോലെ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാമേ. വാ. നമുക്ക് ഈ സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു മോഡലിനെ വേണം. എന്നിട്ട് അത് നോക്കി വരച്ചിട്ട് വേണം നമുക്ക് ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കതൊക്കെ വരച്ചെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ബുക്കും പേന എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. നമ്മളെന്തായാലും ഇതുപോലെ സ്കെച്ച് ബുക്കും പേന എടുത്തിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 2 മോഡലുള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനായി ഏത് വരയ്ക്കണം. എന്തായാലും ഈ കാണുന്ന പോലെ ജസ്റ്റ് പേന വെച്ച് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാനുള്ള പരിപാടി അതാണ്. നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മോഡലാണ് ഈ കാണുന്ന പോലെ കയ്യും പൊക്കി നിൽക്കുന്നത്. അരയുടെ താഴോട്ട് നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ, നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലെ മോഗളി ചേട്ടൻ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് ഈ മോഡൽ നിന്ന് തരുന്നത്. നമുക്ക് അരയുടെ മേലെയുള്ള ഭാഗം മതി. എന്തായാലും ഇതേപോലെ ആദ്യം ഇതേപോലെ തല വരച്ച് മുടിക്കെട്ടുണ്ട്. ചെയ്യുന്നത് ഒരു പെണ്ണിൻ്റെ രൂപമാണെങ്കിലും മോഡൽ നിൽക്കുന്നത് ആണുങ്ങളാണ്. നമുക്ക് ഏകദേശം ആ ഒരു രൂപം കൈയുടെ പൊസിഷനും അതൊക്കെ മതി. സാധാരണ മോഡൽ നിൽക്കാൻ പറയുമ്പോൾ ഇങ്ങനെ നിന്ന് തരണതല്ല. എന്തോ പറ്റി, അതാണ് ഈ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അടങ്ങിയിരിക്കാനൊന്നും കൂട്ടാക്കാറില്ല. നമുക്കെന്തായാലും നോക്കി ഇതേപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ MC-യിലാണ് നമ്മളെ പ്രധാന പരിപാടി. ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. MC-യിൽ ഇതേപോലെ തുല്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് ചവിട്ടി കുഴച്ചങ്ങ് എടുക്കണം. എന്നിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ MC-യിൽ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലൊട്ടിച്ചെടുക്കണം. കുപ്പിയിൽ
ഈ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റി ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുകളിലായിട്ട് ഇതേപോലെ കുറച്ച് അംശം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൈയുടെ ഇത് വരുന്ന ഭാഗം, ഇത് അരക്കെട്ട്. നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാം. ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ മിനുസപ്പെടുത്തി എടുക്കണം. കൈക്ക് വേണ്ടി നമ്മൾ ചെയ്തെടുത്താണ്. ഇതേപോലെ കൈയും കൂടെ ഇതേപോലെ കുറച്ച് എംസിയിൽ ഇതേപോലെ ഉരുട്ടിയിട്ട് ഒന്ന് ഇതേപോലെ നാമർത്തി ഇതേപോലെ ഭാഗത്തിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരമർത്തൂടെ അമർത്തുക. അപ്പോൾ ഇത്രയും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് എംസിയിൽ ഇതേപോലെ എടുത്തിട്ട് തലയുടെ ഭാഗം കൂടി ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം നനച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാണുന്ന പോലെ മുടിയാണ് ചെയ്യുന്നത്. മുടി ഇതേപോലെ നമ്മൾ മുടിക്കെട്ടും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പുറത്തെ കൈയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സിൻ്റെ ഈ സൈഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടിയുടെ ആ ചുരുളും കാര്യമൊക്കെ ചെയ്തു. അതിനുശേഷം ഇതേപോലെ ഒരു ഈർക്കിൾ അറ്റം കൂർപ്പിച്ചിട്ട് അല്ല വെച്ച് കൊടുക്കണം. അതിനുശേഷം കുപ്പിയുടെ അടിഭാഗത്തും കൂടെ എംസിയിൽ ഡ്രസ്സിൻ്റെ ഒരു ഒഴുക്കില്ലേ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ നനച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ പരിപാടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഡ്രസ്സിൻ്റെ കുറച്ചുകൂടെ നമുക്കൊന്ന് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എംസിയിൽ എടുത്തിട്ട് ഇതേപോലെ ഡ്രസ്സിൻ്റെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ എംസിയിലായിട്ടുണ്ട്. നമ്മൾ പിടിക്കുമ്പോഴാകുന്ന സംഭവമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ചകിരിയും കാര്യമൊക്കെ എടുത്തിട്ട് തോട്ടിലിറങ്ങിയിട്ട് ഇതേപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ മൊത്തത്തിൽ ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അക്രലിക് കളറാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം അതിനകത്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന പോലെ ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇല എടുത്തിട്ട് അടിച്ചു തുടങ്ങാം. നമ്മളിതേപോലെ വെള്ളം അക്കറിലേക്ക് എടുത്തിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന പെൻസിലിനും കൂടെ ഇതേപോലെ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഡ്രസ്സിൻ്റെ ഭാഗത്തുനിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി കളർ അടിക്കണം. ഇതേപോലെ ബ്രൗൺ കളറാണ് ഞാൻ കൊടുക്കുന്നത്. റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. മുടി കളർ ചെയ്ത ശേഷം ഇതേപോലെ നമ്മൾ സ്കിന്നിനും കൂടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ എഴുതാൻ്റെ സിലോപ്പി മീനിനെ കൈ കൊണ്ട് പിടിക്കാൻ നോക്കുകയാണ്. കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് നോക്കിയതാണ്. നമ്മൾ ഇത്ര ഇതേപോലെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഈ ബുക്കില്ലേ, ബുക്കിൽ എന്തെങ്കിലും നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഇതേപോലെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരണം കൃഷ്ണദാമോദരൻ വാസുദേവം ചന്ദനം പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ആ കുഞ്ഞു ബുക്കിൽ ഇതേപോലെ ഒരു പെണ്ണിൻ്റെ മുഖമാണ് ഇതേപോലെ വരച്ചെടുക്കുന്നത്. റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള
ഒരു പെണ്ണിൻ്റെ രൂപമാണ് ഇതേപോലെ വരച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഏകദേശം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാലമ്പാതെ നിന്ന് കിട്ടിയ കുപ്പിയിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എംസിയിലും അക്രലിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പ്രതിമയാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മറ്റേ എംസിയിലൊക്കെ ഉപയോഗിച്ചിട്ട് കുപ്പിയിൽ വെറുതെ ചെയ്തെടുത്തതാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പരിപാടി ഇത്രയേ ഉള്ളൂ. ടാറ്റാ.